വെൽക്കം ടു പെപ്പർ ടേബിൾ. നമുക്കിന്ന് ബിരിയാണിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു നാരങ്ങയുടെയും ഈന്തപ്പഴത്തിന്റെയും എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 10 ചെറുനാരങ്ങ നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പിലിട്ട് 2 ആഴ്ചയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവായും ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതവും, ഒരു 3 പച്ചമുളകും, പിന്നെ ഒരു കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതൊന്ന് വഴന്നു വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മസാല മൂക്കാനുള്ള എണ്ണ അതിനകത്തില്ലായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ ഇല്ലേ, അത് ഫ്രിഡ്ജിലല്ല വെളിയിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തിനൊരു 2-3 ആഴ്ച മുമ്പ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതുപോലെ അലുത്ത് നല്ല രുചിയായിട്ടിരിക്കും. പിന്നെ അതിലേക്ക് ഒരു 10 ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതാക്കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഈന്തപ്പഴം അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്തേരെയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ നാരങ്ങ അധികം അഴുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ശക്കലം വെന്തോട്ടെ എന്നോർത്ത് ഞാനത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു 1/4 കപ്പും കൂടെ വിനാഗിരി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടോട്ടൽ 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തു. നമുക്ക് എന്തേരെയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മുടെ ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കിക്കോണേ. കാരണം ഈ എരിവും മധുരവും പുളിയും എല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ലപോലെ ഉപ്പും കൂടെ വേണം ആ കൂടെ. പിന്നെ ആ കായം ഇടാൻ മറന്നുപോയായിരുന്നു. ഇതേ ചെറിയൊരു കായക്കട്ട ഞാൻ പൊടിച്ചത് അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നല്ലൊരു വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ നാരങ്ങാച്ചാർ ഇട്ട് വെക്കണമെന്ന്. ഞങ്ങളിവിടെ നേരത്തെ നാരങ്ങാച്ചാർ ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇതൊരു 2 മാസം മുമ്പ് ഇട്ട് വെച്ച നാരങ്ങാച്ചാറാണേ. നാരങ്ങയും ഡേറ്റ്സും കൂടെ കണ്ടോ ഇരിക്കുന്നത് കണ്ടോ. നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ഇടാൻ മറക്കരുതേ. താങ്ക്